My precious children of God, I greet each and every one of you in the name of our Lord and Savior Jesus Christ. വിലയേറപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും വന്ദനം ചെയ്യുന്നു. Today we are going to meditate this promise verse which we can see from Philippians chapter 4 verse 7. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ് ഇന്ന് വാഗ്ദത്ത വാക്യമായി നാം ധ്യാനിക്കുവാൻ പോകുന്നത്. Which says, the peace of God which surpasses all understanding will guard your hearts and your minds in Christ Jesus. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. If you read Isaiah chapter 9 verse 6, it says Jesus has some names. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യേശുവിന് ചിലർ പേർ വിളിക്കുന്നതായി നമുക്ക് കാണാം. Out of them all we find one which is so precious, it is the Prince of Peace. അതിൽ വളരെ വിലയേറപ്പെട്ട ഒരു പേരാണ്, അതായത് സമാധാനത്തിന്റെ പ്രഭു. And Psalm 29 verse 11 says, the Lord will bless his people with his peace. ദൈവം തന്റെ സമാധാനത്താൽ അവിടുത്തെ ജനങ്ങളെ അനുഗ്രഹിക്കുമെന്ന് 29-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം പറയുന്നു. When we read the verse, we have to carefully read. Let me read this verse for you. You can follow that. That says, the Lord will bless his people with his peace. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് വായിക്കാം. ദൈവം തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. Yes, my precious friends, you are to become his people. പ്രിയ സുഹൃത്തേ, നിങ്ങൾ അവിടുത്തെ ജനമായി മാറണം. Can you say you are the child of God? നിങ്ങൾ ദൈവ പൈതൽ എന്ന് നിങ്ങൾക്ക് പറയാനാവുമോ? How to become the child of God? ദൈവ പൈതലാകുന്നത് എങ്ങനെയാണ്? Jesus shed his blood on the cross just for you and me. എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു തന്റെ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു. Why? എന്തിന്? We have to be washed with the blood of Jesus Christ from all our sins and sinful activities, and we should become like Jesus. നാം യേശുവിന്റെ രക്തത്താൽ നമ്മുടെ പാപപങ്കലമായ അവസ്ഥകളെ കഴുകിക്കളഞ്ഞ് നാം യേശുവിനെ പോലെ ആയിത്തീരേണ്ടതിനാണത്. Yes, my precious children of God, you have to receive God's peace in your life. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ സമാധാനം ജീവിതത്തിൽ അനുഭവിക്കണം. If you receive the peace of God and you receive the peace in your life, in your day-to-day life, what you have to do? ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുവാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? If you read Psalm 119 verse 165, it says, great peace have those who love his law, and nothing causes them to stumble. നിങ്ങൾ സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായത്തിന്റെ 165-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ ന്യായപ്രമാണത്തോട് പ്രീതിയുള്ളവർക്ക് വീഴ്ചയ്ക്ക് സംഗതി ഏതുമില്ല എന്ന് നാം This is the കാണുന്നു. second thing we have to carefully notice. നാം വളരെ കരുതലോട് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് ഇത്. We have to watch our lives carefully. നമ്മുടെ ജീവിതത്തെ കരുതലോട് കാത്തു We സൂക്ഷിക്കണം. have to have great peace of God in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ സമാധാനം Fighting with ഉണ്ടാകണം. everybody, our friends, our relatives, our own people in our home, and saying, I am a child of God. That is not at all good. നാം വീട്ടിലുള്ളവരോടും മറ്റുള്ളവരോടും ശണ്ട കൂടിയ ശേഷം നാം ദൈവത്തിന്റെ പൈതലാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. When you look unto the Lord, he will give you his peace, the divine peace, the complete deliverance from all those things. നാം ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ ആ ദിവ്യമായ സമാധാനം നമ്മൾക്ക് നൽകുന്നു. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ദൈവികമായ വിടുതൽ നമുക്ക് ലഭിക്കുന്നു. And also if you read Hebrews 12:14, it says, pursue peace with all people. സകല മനുഷ്യരോടും സമാധാനമായി ഇരിപ്പീൻ എന്ന് ഹെബ്രായ ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം You should not പറയുന്നു. have any grievance with other people and say, I am a child of God. മറ്റുള്ളവരുമായി പിണക്കത്തിലായിട്ട് നാം ദൈവപൈതൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. Right now we will confess all our sins and sinful activities, all kinds of differences and fights. We have to rectify everything and have God's peace right now. ഇപ്പോൾ തന്നെ നമ്മുടെ പാപങ്ങളും പാവപങ്കിലമായ പ്രവൃത്തികളും എല്ലാത്തര വഴക്കുകളും നാം ദൈവത്തോട് ഏറ്റുപറയുവാൻ പോകുകയാണ്. Shall we pray and receive that divine peace?
നമുക്ക് പ്രാർത്ഥിച്ച് ആ ദൈവസമാധാനം പ്രാപിക്കാം. Let us pray. നമുക്ക് Our പ്രാർത്ഥിക്കാം. precious Heavenly Father, സ്വർഗസ്ഥനായ ഞങ്ങളുടെ വിലയേറപ്പെട്ട പിതാവേ, look into the hearts of your children. നിന്റെ മക്കളുടെ ഹൃദയത്തിലേക്ക് നീ നോക്കണമേ. Those who want the peace that passeth all understanding, the divine peace, fill them, Lord, right now. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ ആ സമാധാനം കൊണ്ട് If they നിറയ്ക്കുമാറാകണമേ. are away from you, having all kinds of grievances against other people, Lord, forgive them and give them peace right now. മറ്റുള്ളവരോടുള്ള പ്രതികാര ചിന്തയാൽ അവിടുത്തെ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് സമാധാനത്താൽ നിറയ്ക്കണമേ. Yes, Lord, fill them right now with your divine peace. താവേ, അവിടുത്തെ ദിവ്യ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ. Let them have peace with everyone. അവരെല്ലാവരോടും സമാധാനമായിരിക്കുവാൻ ഇടയാക്കണമേ. Take away all the prejudices they have in their lives. അവരുടെ ജീവിതത്തിലുള്ള സകല മുൻവിധികളെയും നീക്കിക്കളയുമാറാകണമേ. Right now, fill them with your mighty anointing and give them peace that passeth all ഇപ്പോൾ തന്നെ understanding. കർത്താവെ, അവിടുത്തെ അഭിഷേകത്താൽ അവരെ നിറച്ച് സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ. In Jesus' mighty name we pray. യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.